Hello friends, welcome to Anderson's Chemistry. In നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോകാർബൺസ് എന്ന +1 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ 13ാമത്തെ ചാപ്റ്ററിനെ ആസ്പദമാക്കി മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള നീറ്റ് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുൻപായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ നോട്ടിഫിക്കേഷൻസ് ഓൾ എന്ന് കൊടുക്കുന്നതിലൂടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ നിർദ്ദേശിക്കാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2020 നീറ്റിൽ ചോദിച്ച ചോദ്യം, അതായത് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. നമുക്ക് പരിചയപ്പെടാം. Which of the following alkane cannot be made in good yield by Wurtz reaction? Wurtz reaction വഴി ചെയ്യാൻ കഴിയാത്ത, സൃഷ്ടിക്കാൻ കഴിയാത്ത ആൽക്കൈനുകൾ ഇവയിൽ ഏത് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ N-hexane, ഓപ്ഷൻ ബി 2,3-dimethyl butane, ഓപ്ഷൻ സി N-heptane, ഓപ്ഷൻ ഡി N-butane. ഇവിടെ നമുക്ക് നിമിഷ നേരം കൊണ്ട് ചെയ്ത് കഴിയുവാൻ ഉള്ള ചോദ്യമാണ്. എൻട്രൻസിന് നമുക്ക് കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കാൻ പാടുള്ളൂ. അതിന്റെ ട്രിക്കാണ് പറയാൻ പോകുന്നത്. നമ്മൾ വോൾട്സ് റിയാക്ഷൻ വഴി നമുക്ക് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കൈനുകളെയാണ് നമുക്ക് കിട്ടുന്നത്. വോൾട്സ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ കനോട്ട് ബി മെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇവയിൽ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വരാത്ത ആൽക്കൈനാണ് നമ്മൾ നോക്കേണ്ടത്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി N-heptane ആണ്. കാരണം ഹെപ്റ്റൈൻ എന്ന് പറയുമ്പോൾ 7 കാർബൺ ആറ്റംസ് വരും. സോ കാർബൺ സ്കെലിറ്റൺ സ്ട്രക്ചർ മാത്രം വരയ്ക്കുമ്പോൾ 1 2 3 4 5 6 7. N-butane ആണെങ്കിലോ 1 2 3 4. 2,3-dimethyl butane ആണെങ്കിലോ 1 2 3 4. അതിന് 2-ലും 3-ലും മീഥൈൽ ബ്രാഞ്ച് വരും. ഇനി N-hexane ആണെങ്കിലോ 1 2 3 4 5 6. കണ്ടോ? ഇവിടെ ഇതെന്താണ്? 3 + 3 ഈവൻ ആണ്. ഇവിടെയും കണ്ടോ 3 + 3 ഈവൻ ആണ്. ഇവിടെ N-butane 2 + 2 ഈവൻ. ഇവിടെ ആണെങ്കിലോ 1 2 3 4 5 6 7 കാർബൺ ആറ്റംസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഓൾ ആണ്. അപ്പോൾ വോൾട്സ് റിയാക്ഷൻ ഓൾ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വരുന്ന ആൽക്കൈനുകളെ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയില്ല. അങ്ങനെയാണ് നമുക്ക് ഈ അസംഷനിലേക്ക് നമ്മൾ വരുന്നത്. ഇത് നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ലോജിക്കാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2019 ഒഡീഷ നീറ്റിൽ ചോദിച്ച ചോദ്യമാണ്. The alkane that gives only one monochloro product on chlorination with Cl2 in presence of diffused sunlight is. ചോദ്യം എന്താണ്? മോണോക്ലോറോ പ്രോഡക്റ്റ്. അത് gives only one monochloro product. താഴെ കൊടുത്തിരിക്കുന്ന ആൽക്കൈനുകളിൽ നമ്മൾ ക്ലോറിനേഷൻ ചെയ്യുമ്പോൾ, അതായത് മോണോക്ലോറോ പ്രോഡക്റ്റ്, നമ്മൾ ഒരു ക്ലോറിൻ ആറ്റത്തെയാണ് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് സെയിം പ്രോഡക്റ്റ് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ താഴെ പറയുന്നവയിൽ ഏത് എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ 4 മോളിക്യൂളുകളുടെയും സ്ട്രക്ചർ ആണ്. സ്ട്രക്ചർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് ഇതിന്റെ ഉത്തരം എഴുതുവാൻ കഴിയും. എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ 2,2-dimethyl butane എന്ന് പറയുമ്പോൾ 1 2 3 4. അതിന് 2 2 ഇങ്ങനെ വരും. സ്കെലിറ്റൽ സ്ട്രക്ചർ. ഞാൻ ഹൈഡ്രോജൻ വരയ്ക്കുന്നില്ല. ഇനി ഓപ്ഷൻ ബി നോക്കാം. നിയോപെന്റേൻ. നിയോപെന്റേൻ എന്ന് പറഞ്ഞാൽ 2,2-dimethyl propane എന്നാണ് അർത്ഥം. 2,2-dimethyl propane ആണ് നിയോപെന്റേൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി നോക്കാം. N-pentane. N-pentane എന്ന് പറഞ്ഞാൽ നോർമൽ പെന്റേൻ. 1 2 3 4 5. ഇതാണ് നോർമൽ N-pentane. ഇനി ഐസോപെന്റേൻ 1 2 3 4. ഇവിടെ 5 വരും. ഇതാണ് ഐസോപെന്റേൻ. ഇതാണ് നമ്മുടെ സ്കെലിറ്റൽ സ്ട്രക്ചർ. ഇനി നിങ്ങൾ നോക്കുക. ഇവിടെ
നമുക്ക് ഏത് കോമ്പൗണ്ടിലാണ് ഒറ്റ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സെയിം പ്രോഡക്റ്റ് കിട്ടുന്നത്? നിയോപെന്റേൻ നമുക്ക് നോക്കാം. നിയോപെന്റേനിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന കാർബണിൽ ഒരു ക്ലോറിൻ അറ്റാച്ച് ചെയ്തു എന്നിരിക്കട്ടെ. ഞാനിവിടെ CH ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. CH2, ഇത് CH3, CH3, CH3. ഇതാണ് നിയോപെന്റേനിൽ നമ്മൾ ഒരു ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മോണോക്ലോറോ പ്രോഡക്റ്റ്. ഇനി ഞാനിപ്പോ ഈ കാണുന്ന കാർബൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്ലോറിൻ ഇവിടെ കിട്ടി, ഞാൻ ഇത് മാറ്റുന്നു. പകരം ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ക്ലോറിൻ CH2Cl. അപ്പൊ ഇവിടെ CH3 എന്ന് വരും. നമ്മൾ ആദ്യം എഴുതിയ കോമ്പൗണ്ടും ഈ എഴുതിയ കോമ്പൗണ്ടും സെയിം അല്ലേ? സെയിം കോമ്പൗണ്ടുകളാണ്. ഞാൻ ഇത് മാറ്റാം, ഇവിടുത്തെ ക്ലോറിൻ ഞാൻ മാറ്റാം, CH3 ഇട്ടിട്ട് ഇവിടുത്തെ ക്ലോറിൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം CH2Cl. എന്ത് തന്നെയാണ്? സെയിം കോമ്പൗണ്ട് ആണ് കിട്ടുന്നത്. അതായത് ഇവിടുത്തെ ഹൈഡ്രോജൻസ് എല്ലാം സെയിം എൻവയറൺമെന്റ് ആണ്. എന്താണ്? സെയിം എൻവയറൺമെന്റ് ആണ്. ഇവിടുത്തെ എല്ലാ ഹൈഡ്രോജൻസും സെയിം എൻവയറൺമെന്റ് ആണ്. എന്നാൽ ഐസോപെന്റേൻ നോക്കാം. ഐസോപെന്റേനിൽ ഇവിടെ CH2Cl കൊടുത്താൽ ഇവിടെ നമുക്കൊരു മോണോക്ലോറോ പ്രോഡക്റ്റ് കിട്ടും. എന്നാൽ ക്ലോറിൻ ഇവിടെയാണ് വരുന്നെങ്കിലും ഇത് വേറെ എൻവയറൺമെന്റ് ആണ്. ഇത് വേറെ എൻവയറൺമെന്റ്, ഇത് വേറെ, ഇത് വേറെ. അപ്പൊ ഇവിടെ ഒന്നും സിമെട്രി ഇല്ല. നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന കോമ്പൗണ്ടുകൾക്ക് ഏറ്റവും സിമെട്രിക്കൽ ആയിട്ട് വരുന്നത് സെയിം പ്രോട്ടോൺ അല്ലെങ്കിൽ സെയിം ഹൈഡ്രോജൻ എൻവയറൺമെന്റ് വരുന്നത് നിയോപെന്റേനിൽ മാത്രമാണ്. നിയോപെന്റേനിൽ നമുക്ക് ഈ കാണുന്ന 4 കാർബൺ ആറ്റംസിൽ എവിടെ നമ്മൾ ക്ലോറിൻ കൊടുത്താലും സെയിം പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. സെന്റർ കാർബണിൽ ക്ലോറിൻ വരില്ല, നിങ്ങൾക്കറിയാം. കാരണം അവിടെ 4 ബാലൻസിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം മനസ്സിലായല്ലോ. ഏതാണ് ഉത്തരം? അതെ, ഓപ്ഷൻ ബി നിയോപെന്റേൻ ആണ് നമ്മുടെ ശരി ഉത്തരം. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം 2018 നീറ്റിൽ ചോദിച്ച ചോദ്യമാണ്. Hydrocarbon A reacts with bromine by substitution to form an alkyl bromide, which by reverse reaction is converted to gaseous hydrocarbon containing less than 4 carbon atoms. അങ്ങനെയെങ്കിൽ A എന്ന് പറയുന്ന ഹൈഡ്രോകാർബൺ ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എന്താണ്? ഇഥൈൻ. ഓപ്ഷൻ ബി ഇഥീൻ. ഓപ്ഷൻ സി ഇഥൈൻ. ഓപ്ഷൻ ഡി മീഥൈൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വേഴ്സ് റിയാക്ഷൻ. വേഴ്സ് റിയാക്ഷനിൽ അത് ഗേഷ്യസ് ആയ ഹൈഡ്രോകാർബൺ ഫോം ചെയ്തു, വിച്ച് കണ്ടെയ്നിങ് ലെസ് ദാൻ 4 കാർബൺ ആറ്റംസ്. ശ്രദ്ധിക്കുക, വേഴ്സ് റിയാക്ഷൻ ഞാൻ ആദ്യമേ പറഞ്ഞു, ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് ഫോം ചെയ്യുന്നത്. ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ഹൈഡ്രോകാർബണുകളാണ് വേഴ്സ് റിയാക്ഷൻ ഫോം ചെയ്യുന്നത്. ഇനി ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ എത്ര നമ്പേഴ്സ് വരും? 3, 2, 1. ഇതില് ഈവൻ നമ്പർ ഏതാണുള്ളത്? 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വരുന്ന പ്രോഡക്റ്റ് ആണ് വേഴ്സ് റിയാക്ഷൻ ഫോം ചെയ്തത് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്താണ്? ഹൈഡ്രോകാർബൺ എ റിയാക്ട്സ് വിത്ത് ബ്രോമിൻ. അപ്പം ഒരു കാർബൺ ആറ്റം ഉള്ള ഹൈഡ്രോകാർബൺ ബ്രോമിനുമായിട്ട് ഫോം ചെയ്തിട്ട് ഒരു കാർബൺ ഉള്ള ഹാലോ കോമ്പൗണ്ട് ഫോം ചെയ്തു. ആ ഒരു കാർബൺ ഉള്ള കോമ്പൗണ്ട് വേഴ്സ് റിയാക്ഷൻ ചെയ്തപ്പോൾ സെയിം അതുപോലത്തെ 2 കോമ്പൗണ്ടുകൾ ഫോം ചെയ്തപ്പോൾ 2 കാർബൺ ആറ്റംസ് ഉള്ള ഹൈഡ്രോകാർബൺ ഫോം ചെയ്തു. അങ്ങനെ പറയുമ്പോൾ എ എന്ന് പറയുന്ന ഹൈഡ്രോകാർബണിൽ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്? ഓൺലി 1. അതായത് മീഥൈൻ ആണ് നമ്മുടെ ശരി ഉത്തരം. നമുക്ക് പരിശോധിക്കാം. എ എന്താണ്? മീഥൈൻ. നമുക്ക് എഴുതി നോക്കാം. CH4 എന്ത് ചെയ്തു? ആദ്യം റിയാക്ട്സ് വിത്ത് ബ്രോമിൻ എന്ന് പറയുമ്പോൾ പ്ലസ് Br2. ഇനി H-. അപ്പൊ നമുക്ക് CH3Br എന്ന് വരും. ബ്രോമോമീഥൈൻ. സെക്കൻഡ് എന്താ പറയുന്നത്? ആന്റി ബ്രോമൈഡ് കിട്ടി. കണ്ടോ? ആന്റി ബ്രോമൈഡ് കിട്ടി. ഇനി which by reverse reaction is converted to gaseous hydrocarbon. അപ്പോൾ reverse reaction നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലത്തെ അടുത്ത കോമ്പൗണ്ട് സെയിം കോമ്പൗണ്ട് എടുക്കുക. എന്നിട്ട് 2 സോഡിയം in presence of dry ether എന്ത് കിട്ടും?
ഈ ബ്രോമിനും ഈ സോഡിയവും ഇത്രയും എന്താണ് ഫ്യൂസ് ചെയ്യും ഇങ്ങനെ. അപ്പൊ 2NaBr വരും. എന്നിട്ട് ഇവ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യും. അപ്പോ CH3CH3 ഹൈഡ്രോകാർബൺ കിട്ടി. containing less than 4 carbon atoms. ഇവിടെ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ട്? 2 ആണ്. അപ്പൊ നമ്മുടെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, മീഥേൻ. കാരണം മീഥേനിൽ നിന്നാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പൊ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ. സോറി, ശരി ഉത്തരം എന്ന് പറഞ്ഞത് ഓപ്ഷൻ ഡി ആണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2017 നീറ്റിൽ ചോദിച്ച ചോദ്യമാണ്. നമുക്ക് പരിചയപ്പെടാം. With respect to the conformers of ethane, which of the following statements is true? Ethane എന്ന് പറയുന്ന മോളിക്യൂളിന്റെ കൺഫോമേഴ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ബോണ്ട് ആംഗിൾ ചേഞ്ചസ് ബട്ട് ബോണ്ട് ലെങ്ത് റിമെയിൻസ് സെയിം. ഈഥേനിന്റെ കൺഫോർമേഷൻ എടുക്കുകയാണെങ്കിൽ ബോണ്ട് ആംഗിൾ മാറുന്നു, എന്നാൽ ബോണ്ട് ലെങ്ത് സെയിം ആയിരിക്കുന്നു. ആണോ? നമുക്ക് നോക്കാം. ഈഥെയിൻ ഞാൻ ഇവിടെ വരയ്ക്കാം. രണ്ട് ഫോമുകൾ വരയ്ക്കാം. സ്റ്റാഗേർഡും എക്ലിപ്സ്ഡും അല്ലേ? സ്റ്റാഗേർഡും എക്ലിപ്സ്ഡ്. എച്ച് എച്ച് എച്ച്. ഇനി ഇവിടെ നമ്മൾ ഇങ്ങനെ കൊടുക്കണം. എച്ച് എച്ച് എച്ച്. ഇതെന്താണ്? ഇത് സ്റ്റാഗേർഡ് ആണ്. ഇനി എക്ലിപ്സ്ഡ് എങ്ങനെ വരും? എക്ലിപ്സ്ഡ് എന്ന് പറയുമ്പോൾ നേരെ തൊട്ട് അടുത്ത് വരത്തക്ക വിധം വരും, മറഞ്ഞു വരും. നമ്മുടെ ഈ സോളാർ എക്ലിപ്സ് ഒക്കെ പറയുന്ന പോലെ ജസ്റ്റ് മറഞ്ഞു വരും. ഇത് സ്റ്റാഗേർഡ്, ഇത് എക്ലിപ്സ്ഡ്. നമുക്ക് നോക്കാം. ഇവിടെ ബോണ്ട് ആംഗിൾ മാറുന്നുണ്ടോ? ഇവിടെ എന്താണ്? 120 ഡിഗ്രി. ബാക്കിലുള്ള ബോണ്ട് 120 ഡിഗ്രി. ഇവിടെ എന്താണ്? 120 ഡിഗ്രി തന്നെയാണ്. അപ്പൊ ബോണ്ട് ആംഗിൾ മാറുന്നില്ല. അവിടെ മാറുന്നത് ഡൈഹെഡ്രൽ ആംഗിൾ ആണ്. എന്താണ് മാറുന്നത്? ഡൈഹെഡ്രൽ ആംഗിൾ. സോ ഡൈഹെഡ്രൽ ആംഗിൾ ചേഞ്ചസ്, ബോണ്ട് ആംഗിൾ റിമെയിൻസ് സെയിം. ഇനി ഇവിടെ പറയുന്നത് ബോണ്ട് ആംഗിൾ ചേഞ്ചസ് എന്നാണ്. അപ്പോൾ അല്ല. ഓപ്ഷൻ ബി നോക്കാം. ബോത്ത് ബോണ്ട് ആംഗിൾ ആൻഡ് ബോണ്ട് ലെങ്ത് ചേഞ്ച്. ബോണ്ട് ലെങ്തും ബോണ്ട് ആംഗിളും ചേഞ്ച് ചെയ്യുന്നു എന്നാണ്. അതും എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ ബി അല്ല. ഓപ്ഷൻ സി നോക്കാം. ബോത്ത് ബോണ്ട് ആംഗിൾ ആൻഡ് ബോണ്ട് ലെങ്ത് റിമെയിൻസ് സെയിം. അതാണ് നമ്മുടെ ശരി ഉത്തരം. ഇവിടെ ബോണ്ട് ആംഗിളും ബോണ്ട് ലെങ്തും എല്ലാം സെയിം തന്നെയാണ്. അവിടെ മാറുന്നത് ഡൈഹെഡ്രൽ ആംഗിൾ ആണ് മാറുന്നത്. അപ്പോൾ നിങ്ങൾ ആ ടേം ഓർത്ത് വെച്ചിരിക്കുക. എന്താണ്? ഡൈഹെഡ്രൽ ആംഗിൾ. ഡൈഹെഡ്രൽ ആംഗിൾ ആണ് ചേഞ്ച് ചെയ്യുന്നത്. ബോണ്ട് ആംഗിൾ ചേഞ്ച് ചെയ്യുന്നില്ല. സോ ബോണ്ട് ആംഗിൾ ആൻഡ് ബോണ്ട് ലെങ്ത് റിമെയിൻസ് സെയിം. ആ ഓപ്ഷൻ ശരിയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. ഇനി ഓപ്ഷൻ ഡി നോക്കാം. ബോണ്ട് ആംഗിൾ റിമെയിൻസ് സെയിം ബട്ട് ബോണ്ട് ലെങ്ത് ചേഞ്ചസ്. ബോണ്ട് ലെങ്ത് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം. In the following, the most stable conformation of N-butane. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞത് ഈഥെയിനിന്റെ കോൺഫോർമേഷൻ ആയിരുന്നു. എന്നാൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് N-butane നമ്മൾ കോൺഫോർമേഷൻ എഴുതുകയാണെങ്കിൽ ഇവയിലെ ഏതാണ് മോസ്റ്റ് സ്റ്റേബിൾ ആയ കോൺഫോർമർ എന്നാണ് ചോദ്യം. ഇവിടെ നോക്കാം. എ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മളെ ഫേസ് ചെയ്യുന്ന കാർബൺ ആറ്റത്തിൽ മുകളിലേക്ക് ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. നമ്മിൽ നിന്ന് എവേ ആയിട്ട് നിൽക്കുന്ന കാർബൺ ആറ്റത്തിൽ ഒരു CH3 ഉണ്ട്. എന്നാൽ ഇവ എന്താണ്? നമ്മൾ ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഈ രണ്ട് കോൺഫോർമേഷനുകളെന്ന് പറയുന്നത് എന്താണ്? സ്റ്റാഗേർഡ് ആണ്. എന്നാൽ ഇവിടെ എന്താണ്? എക്ലിപ്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? ഈ രണ്ട് ബോണ്ടുകളും ഇവിടെ ഒന്നിന് പിറകെ ആയിട്ട് മറഞ്ഞു വരുന്ന രീതിയിലാണ് ഓപ്ഷൻ സിയും ഡിയും വരുന്നത്. ഇനി ഓപ്ഷൻ എയും ബിയും സ്റ്റാഗേർഡ് ആണ്. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എക്ലിപ്സും സ്റ്റാഗേർഡും അല്ല. നമ്മൾ ഇവിടെ നോക്കേണ്ടത് മാക്സിമം 2 CH3 ആണ് എല്ലാ കോമ്പൗണ്ടുകളിലും ഉള്ളത് അല്ലേ? CC ബോണ്ടിൽ വരുന്നത് 2 CH3 വരും. ഈ 2 CH3യും മാക്സിമം ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ബോണ്ട് ഏത് എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ ഏറ്റവും അകലെ 2 CH3 ഏറ്റവും അകലെ ഇരിക്കുന്നതോറും അവിടെ റിപ്പൾഷൻ കുറവായിരിക്കും, സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആയ കോൺഫോർമേഷൻ എന്ന് പറയുന്നത്
രണ്ട് CH3 ഏറ്റവും അകലെ വരുന്ന കോൺഫോർമേഷൻ ആണ്. അതായത് നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. നോക്കാം, നമ്മളെ ഫേസ് ചെയ്യുന്ന കാർബണിന്റെ മുകളിലേക്ക് CH3, നമ്മിൽ നിന്ന് അകലെ ഫേസ് ചെയ്യുന്ന കാർബൺ ആറ്റത്തിൽ CH3 താഴെ വരുന്നു. കണ്ടോ? അപ്പോൾ അവ മാക്സിമം ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. ഇതിന്റെ ഫോമിന് പറയുന്ന പേര് ആന്റി എന്നാണ്. ആന്റി അല്ലെങ്കിൽ ആന്റൈ എങ്ങനെ വേണമെങ്കിലും വായിക്കാം. നമുക്ക് ആന്റി എന്ന് വായിക്കാം. ഓക്കെ, ആന്റി ഫോം ആണിത്. അപ്പോ ഇതാണ് ശരി ഉത്തരം. കണ്ടോ? നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും CH3 ഏറ്റവും അകലെ ഇരിക്കുന്നത് ഓപ്ഷൻ ബിയിലാണ്. രണ്ട് CH3 ഗ്രൂപ്പുകളും ഏറ്റവും അകലെ ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അകലെ ഫേസ് ചെയ്തിരിക്കുന്നതോറും അവിടെ റിപ്പൽഷൻ കുറയും, സ്റ്റെബിലിറ്റി കൂടും. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് മോസ്റ്റ് സ്റ്റേബിൾ കോൺഫോർമേഷൻ എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ആറാമത്തെ ചോദ്യം, liquid hydrocarbons can be converted to a mixture of gaseous hydrocarbons by liquid ആയിരിക്കുന്ന ഹൈഡ്രോകാർബണുകളെ നമുക്ക് gaseous ഫോമിലുള്ള സിംപ്ലർ ആയ സ്മോളർ ഹൈഡ്രോകാർബൺസ് ആയിട്ട് മാറ്റുന്ന മെത്തേഡ് ഏതെന്നാണ് ചോദ്യം. നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ക്രാക്കിംഗ് ആണ്. ക്രാക്കിംഗ് എന്ന പ്രോസസ് ആണ്. ഇവയ്ക്ക് വേറെ ഒരു പേരുണ്ട്, പൈറോളിസിസ്. എന്താണ്? പൈറോളിസിസ്, തെർമൽ ക്രാക്കിംഗ്, അതാണ് ഇത് ശരിക്കുള്ള പേര്. നമ്മൾ ക്രാക്കിംഗ് എന്നും പറയും. അപ്പൊ പൈറോളിസിസ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് കിട്ടുന്ന, നമ്മൾ എടുക്കുന്ന ലിക്വിഡ് ഹൈഡ്രോകാർബൺസിനെ മിക്സർ ഓഫ് ഗേഷ്യസ് ഹൈഡ്രോകാർബൺസ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് ക്രാക്ക് ചെയ്തെടുക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. താഴെ ഡോഡെക്കെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? 10. സോ ഡോഡെക്കെയിൻ എന്ന് പറയുമ്പോൾ 12, C12H. ഇനി 12 + 2, സോ 24 + 2 26, C12H26. നമ്മൾ പൈറോളിസിസിന് വിധേയമാക്കുമ്പോൾ അല്ലെങ്കിൽ ക്രാക്കിങ്ങിന് വിധേയമാക്കുമ്പോൾ കിട്ടുന്നത് ഇവിടെ 12 ആണ്. ഇത് ക്രാക്ക് ആകുന്നത് 7 + 5. 7 + 5 എന്താണ്? 12 ആണ്. അതുപോലത്തെ കോമ്പൗണ്ടുകൾ കിട്ടും. സോ C7H എന്ന് വരും. C7H16 എടുക്കാം. 7 × 2 14, 14 + 2 16. അപ്പൊ എന്താണ്? N ഹെപ്റ്റൈൻ. ഇനി C5H10. അപ്പോൾ ഇതെന്താണ്? ഇത് ആൽക്കീൻ ആണ്. സോ പെന്റീൻ. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ വേറെ കോമ്പൗണ്ടുകൾ കിട്ടും. ഇവിടെ നോക്കാം. 16 + 10 ചെയ്യുമ്പോൾ 26. കണ്ടോ? വന്നു. 7 + 5 എടുക്കുമ്പോൾ 12. കറക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ കിട്ടുന്ന പൈറോളിസിസ്. നമ്മൾ ഇവിടെ ഹയർ കാർബണേറ്റ്സ് ഉള്ള ഇനിയും എടുക്കുമ്പോൾ നമ്പർ ഓഫ് പ്രോഡക്ട്സ് ആർ ഫോംഡ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം മനസ്സിലായെന്ന് കരുതുന്നു. ശരി ഉത്തരം ഓപ്ഷൻ ബി പൈറോളിസിസ് ആണ്. പൈറോളിസിസ് നടക്കുന്ന പ്രോസസ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് എക്സാമ്പിൾ ആണ്. എന്താണ് എക്സാമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത്? ഡോഡെക്കെയിനെ പൈറോളിസിസിന് വിധേയമാക്കുമ്പോൾ നമുക്ക് എൻഹെപ്റ്റൈനും പെന്റീനും കിട്ടും. അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, in the commercial gasolines the type of hydrocarbons which are more desirable is. എന്താണ് gasoline? gasoline എന്ന് പറയുന്നത് ഇന്ധനമാണ്. നോൺ ആസ് പെട്രോൾ. നമ്മുടെ രീതിയിൽ നമ്മൾ പെട്രോൾ എന്ന് പറയുന്നത് അമേരിക്കൻ ഇംഗ്ലീഷിൽ നമ്മൾ അവിടേക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ ഗ്യാസോലിൻ എന്നാണ് പറയുന്നത്. നമ്മളവിടെ പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് അവര് ഗ്യാസ് സ്റ്റേഷൻസ് എന്നാണ് പറയുന്നത്. അവിടുത്തെ ഫില്ല് ചെയ്യുന്ന സ്ഥലങ്ങൾ ഗ്യാസ് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് അല്ല, ഷോർട്ട് ഫോം ഓഫ് ഗ്യാസോലിൻ ആണ്. സോ ഗ്യാസ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത് ഗ്യാസോലിൻ ഫില്ല് ചെയ്യുന്ന സ്റ്റേഷൻസ്. ഇനി ചോദ്യം എന്ന് പറയുന്നത് ഗ്യാസോലിനിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോ കാർബണുകൾ ഇവയിൽ ഏത് എന്നാണ്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മുടെ ശരീരത്തിലും എന്ന് പറയുന്നത് ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസ് ആണ്. എന്താണ് ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺ? അവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോ കാർബണിന്റെ ബ്രാഞ്ചിങ് കൂടുന്തോറും അവയുടെ ഒക്ടേൻ നമ്പർ കൂടും. ഒക്ടേൻ നമ്പർ കൂടും. അപ്പോ ഇനി ഒക്ടേൻ നമ്പർ കൂടുകയാണെങ്കിൽ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ചോദിക്കും. ഒക്ടേൻ നമ്പർ കൂടുമ്പോൾ
ഫ്യൂവലിന് ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്താണ്? അവിടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇൻക്രീസസ് ദി ഒക്ടേൻ നമ്പർ, ബെറ്റർ ദ ഫ്യൂവൽ വാല്യൂ. ഫ്യൂവലിന്റെ വാല്യൂ ബെറ്റർ ആയിരിക്കും, ഫ്യൂവലിന്റെ എഫിഷ്യൻസിയും വളരെ കൂടുതലാണ് എപ്പോൾ ഒക്ടേൻ നമ്പർ കൂടുമ്പോൾ. അപ്പൊ ഇവിടെ നമുക്ക് ഒക്ടേൻ നമ്പർ കൂടുന്നത് എങ്ങനെയാണ്? ബ്രാഞ്ച് ഹൈഡ്രോകാർബൺസ്, ഹൈഡ്രോകാർബൺസിന് ബ്രാഞ്ചിന് കൂടുന്തോറും ഒക്ടേൻ നമ്പർ കൂടും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എട്ടാമത്തെ ചോദ്യം, which of the following is used as an anti-knocking material? Anti-knocking material ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. ആന്റി-knocking material എന്ന് പറയുന്നത് TEL. എന്താണ് TEL? ടെട്രാ ഈഥൈൽ ലെഡ്. ടെട്രാ ഈഥൈൽ ലെഡ്. ടെട്രാ ഈഥൈൽ ലെഡ്. അതുകൊണ്ട് തന്നെ ടെട്രാ ഈഥൈൽ ലെഡിന്റെ മോളിക്കുലർ ഫോർമുലയും ചോദിക്കാം. വേറൊരു ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാം. എന്താണ് ടെട്രാ ഈഥൈലിന്റെ മോളിക്കുലർ ഫോർമുല? എങ്ങനെ വരും? ഈഥൈൽ C2H5. ഇനി എത്ര ഈഥൈൽ? ടെട്രാ, സോ 4 ടൈംസ്. എന്താണ് 4 ടൈംസ് അറ്റാച്ച് ചെയ്യുന്നത്? ലെഡ് എന്ന് പറയുമ്പോൾ Pb. സോ ടെട്രാ ഈഥൈൽ ലെഡിന്റെ ഫോർമുല എന്ന് പറയുന്നത് C2H5 4 ടൈംസ് Pb. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 9ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് 2020 നീറ്റിലാണ്, അതായത് കഴിഞ്ഞ വർഷ ചോദ്യമാണ്. An alkene on ozonolysis gives methanol as one of the product. Its structure is. എന്താണ് കിട്ടിയത്? മെഥനാൽ ഓൺ ഓസോണോളിസിസ്. ഓക്കെ, മെഥനാൽ എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡ് ആണ്. നമുക്ക് ഒരു ആൽക്കീൻ അത് ഓസോണോളിസിന് വിധേയമാക്കിയപ്പോൾ മെഥനാൽ കിട്ടി. മെഥനാൽ എന്ന് പറയുന്ന പ്രത്യേകത എന്താണ്? ഒരു കാർബൺ ആറ്റമാണുള്ളത്. ഇനി അതൊരു ആൽഡിഹൈഡും കൂടെയാണ്. ഇനി ഓസോണോളിസിസ് നടക്കുന്നത് എങ്ങനെയാണ്? ഒരു ആൽക്കീനിൽ ഓസോൺ മോളിക്യൂൾ റിയാക്ട് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് ഉള്ള സൈറ്റിൽ ഓസോൺ മോളിക്യൂൾ അറ്റാച്ച് ആവുകയും ആ ഡബിൾ ബോണ്ട് ക്ലീവ് ആയി സെപ്പറേറ്റ് മോളിക്യൂൾ ആയിട്ട് മാറുകയും ഓരോ മോളിക്യൂളുകളും ആൽഡിഹൈഡ് മാറുകയും ചെയ്യുന്നു. അതാണ് റിയാക്ഷൻ മെക്കാനിസം. എങ്കിൽ ഒരു നമ്പർ ഓഫ് കാർബൺ ആറ്റം വരുന്ന മോളിക്യൂൾ ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലീവ് ചെയ്യുന്ന ഡബിൾ ബോണ്ടിന്റെ ഒരു സൈഡില് നമ്പർ ഓഫ് കാർബൺ ആറ്റം 1 ആയിരിക്കണം. അങ്ങനെയുള്ള സ്പീഷീസ് ഇവയിൽ ഏതെന്ന് നോക്കിയാൽ മാത്രം മതി. ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എയിൽ നമുക്കിവിടെ ഡബിൾ ബോണ്ട് ക്ലീവ് ആകുന്നു. അവിടെ എത്ര കാർബൺ ഉണ്ട്? 1. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി 6 കാർബൺ വരും. സോ 1 + 6 7. ഇവിടെ ആണെങ്കിൽ 1 + 1 2. ഇനി ഓപ്ഷൻ ഡി നോക്കാം. ഓപ്ഷൻ ഡി നമുക്ക് ഡബിൾ ബോണ്ട് വരുന്നത് റിംഗ് സ്ട്രക്ചറിലാണ്. നമുക്ക് വേണ്ടത് മെഥനാൽ. മെഥനാൽ എന്ന് പറയുമ്പോൾ അത് റിംഗ് അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി അല്ല. ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബിയിലും ഡബിൾ ബോണ്ട് വരുന്നത് റിംഗിലാണ്. അപ്പോൾ നമുക്ക് മെഥനാൽ വരില്ല. ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സി ഡബിൾ ബോണ്ട് വരുന്ന റൈറ്റ് സൈഡിൽ നമ്പർ ഓഫ് കാർബൺ 1 ആണ്. ഇവിടെ ആണെങ്കിലോ 1 2 3 4 5 6 7 8. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പോസിബിലിറ്റി വരുന്നുണ്ട്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അതുകൊണ്ട് ഓപ്ഷൻ സി ആണ്. നമുക്ക് പരിശോധിക്കാം ശരിയാണോ അല്ലയോ എന്ന്. ഞാൻ ഇതിനോട്ട് എഴുതാം. ഈ സ്ട്രക്ചർ ഓപ്ഷൻ സി ഞാൻ എഴുതുകയാണ്. എന്താണ് ഇവിടെ? CH2 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH2. ഇതിനെ O3 ഓസോണോളിസിസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡബിൾ ബോണ്ട് ഉള്ള സൈറ്റിൽ അത് അറ്റാച്ച് ചെയ്തിട്ട്, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമുക്ക് അത് അറ്റാച്ച് ചെയ്യുന്നത് ആദ്യം വരയ്ക്കാം. CH2 സിംഗിൾ ബോണ്ട് CH2 O. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പ് എങ്ങനെ വരും? തേർഡ് സ്റ്റെപ്പ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ബോണ്ട് ക്ലീവ് ആകുന്നത്. എങ്ങനെയാണ്? ഇങ്ങനെ. അപ്പോൾ CH2 CHO. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ നിന്ന്, ഈ ഫ്രാഗ്മെന്റിൽ നിന്ന് കിട്ടുന്ന ആൽഡിഹൈഡ് എങ്ങനെ വരും? CH2 CHO. ഇനി പ്ലസ് നമുക്ക് ഈ ഫ്രാഗ്മെന്റ് നോക്കാം. CH2O. CH2O എന്താണ്? മെഥനാൽ. എന്താണ്? മെഥനാൽ.
മെഥനാൽ. അപ്പൊ നമ്മുടെ ശരി ഉത്തരം ഏതാണ്? മെഥനാൽ വരണമെങ്കിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. നിമിഷം നേരം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഡബിൾ ബോണ്ടിന്റെ ഒരു സൈഡിൽ കിട്ടുന്ന ഫ്രാഗ്മെന്റ് നമുക്ക് 1 എന്ന് മാത്രം നോക്കിയാൽ മതി. നമുക്ക് ഈ ചോദ്യം അതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. നിങ്ങൾ ഈ കോൺസെപ്റ്റ് അറിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2019 നീറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. The most suitable reagent for the conversion is. താഴെ കൊടുത്തിരിക്കുന്ന റിയാക്ഷൻ ഇതെന്താണ്? ഒരു ആൽക്കൈൻ ആണ്, ഇതൊരു ആൽക്കീൻ ആണ്. അപ്പോൾ ആൽക്കൈൻ ആൽക്കീൻ ആയിട്ട് മാറണം. ഇനി എന്താണ്, ഏത് ടൈപ്പ് ഓഫ് ആൽക്കീൻ ആണിത്? സിസ് 2 ബ്യൂട്ടി എന്ന് പറയുമ്പോൾ സിസ് പ്രോഡക്റ്റ് ആണ് കിട്ടേണ്ടത്. ആൽക്കൈനിൽ നിന്ന് ആൽക്കീനിലേക്ക് മാറുമ്പോൾ എന്താണ് നോക്കേണ്ടത്? സിസ് പ്രോഡക്റ്റ്. അങ്ങനെ തരുന്ന റിയേജന്റ് ഇവയിൽ ഏത് എന്നാണ്? Hg2+ ബാർ H+H2O. എന്താണ് H+H2O? H+ എന്ന് പറയുമ്പോൾ എന്താണ്? ആസിഡ് ആണ്. H2O വാട്ടർ. സോ ആസിഡ് ഹൈഡ്രോളിസിസ്. ഇനി ഓപ്ഷൻ ബി സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ലിക്വിഡ് അമോണിയ. ഓപ്ഷൻ സി ഹൈഡ്രോജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം. പിന്നെ കാർബൺ ക്വിനോലിൻ. ഓപ്ഷൻ ഡി എന്താണ്? സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് HCl. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നോക്കുക. ആൽക്കൈനുകളെ നമുക്ക് ആൽക്കീനുകളാക്കാൻ 2 രീതിയിൽ നമുക്ക് ആക്കാൻ കഴിയും. ഒന്ന് സിസ് പ്രോഡക്റ്റ്, ഒന്ന് ട്രാൻസ് പ്രോഡക്റ്റ്. അതായത് സിസ് ബ്യൂട്ടീൻ അല്ലെങ്കിൽ സിസ് ആൽക്കീനും ട്രാൻസ് ആൽക്കീനും ആക്കാൻ കഴിയും. അതിൽ സിസ് ആൽക്കീൻ അല്ലെങ്കിൽ സിസ് പ്രോഡക്റ്റ് തരുന്നത് ഓപ്ഷൻ സി ആണ്. പലേഡിയം ഇൻ പ്രസൻസ് ഓഫ് കാർബൺ. ടെക്സ്റ്റ് ബുക്കിൽ PD⁻C എന്നാണ് കൊടുത്തിരിക്കുന്നത്. PD⁻C. ബാക്കിയുള്ള ഹൈഡ്രോജനും ക്ലോറിനും ഇതിൽ അഡീഷണൽ എഴുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്കറിയാം എന്തായിരുന്നാലും H2 വരും, ഹൈഡ്രോജൻ വരും, റിഡക്ഷൻ ആണ്. അപ്പോൾ എന്തായിരുന്നാലും ഹൈഡ്രോജൻ ഹൈഡ്രോജൻ വരും. പ്ലസ് ക്ലോറിൻ അവര് കൊടുത്തിരിക്കുന്നു എന്നുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ H2 എന്നില്ല, PD⁻C എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ PD⁻C വരുന്ന വേറൊന്നുമല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഓർത്തിരിക്കേണ്ടത് എന്താണ്? PD⁻C അല്ലെങ്കിൽ പലേഡിയം ഇൻ പ്രസൻസ് ഓഫ് കാർബൺ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സിസ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ട്രാൻസ് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ട്രാൻസ് ഏതാണ്? ഇതാണ് ട്രാൻസ്, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി നമുക്ക് തരുന്നത് ട്രാൻസ് പ്രോഡക്റ്റ് ആണ്. ഓപ്ഷൻ ബി സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ലിക്വിഡ് അമോണിയയെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ട്രാൻസ് ആൽക്കീനും പലേഡിയം ഇൻ പ്രസൻസ് ഓഫ് കാർബൺ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സിസ് ആൽക്കീനുമാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യം. Which of the following is not the product of dehydration of this compound? ഇവിടെ ഇതെന്താണ്? കാർബൺ ആറ്റം, 6 കാർബൺ ആറ്റംസ് ഉള്ള റിംഗ് ആണ്, സൈക്ലോഹെക്സേൻ റിംഗ് ആണ്. അതിന്റെ കൂടെ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഇവിടെ ഒരു കാർബൺ. ഇത് ടെട്രാഹെഡ്രൽ സറൗണ്ടഡ് ബൈ ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. ഇവിടെ CH, ഇത് CH2, ഇത് CH3, ഇവിടെ OH. ഇനി ഇവിടെ CH2, ഇത് CH3. നിങ്ങൾ ഈ സ്കെലറ്റൻ അല്ലെങ്കിൽ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, അതിന്റെ ഓരോ കോളമിലും എത്ര കാർബൺ എത്ര ഹൈഡ്രോജൻ ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഞാൻ ഈ സ്ട്രക്ചർ ഡീകോഡ് ചെയ്യാം. എങ്ങനെ വരും? ഞാനിപ്പോ ഈ റിംഗ് നമ്മൾ അതുപോലെ വരയ്ക്കാം. റിംഗിനെ അതുപോലെ വരയ്ക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടെ C മുകളില് CH3, പിന്നെ CH2, CH3, താഴെ OH. ഇതാണ് ശരിക്കും കോമ്പൗണ്ട്. ഇനി ഈ കോമ്പൗണ്ടിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത് ഏത് എന്നാണ്? ഇത് ഒന്നുമില്ല, നിമിഷ നേരം കൊണ്ട് ചെയ്യാനേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക, വളരെ സിമ്പിൾ ആണ്. നോക്കാം. ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ വാട്ടർ മോളിക്യൂൾ ആണ് നമുക്ക് എലിമിനേറ്റ് ആയി പോകേണ്ടത്. ഇവിടെ ഒരു OH ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? ഈ ഗ്രൂപ്പ് ലീവ് ചെയ്യും. അതിന്റെ കൂടെ ഒരു H കൂടെ ലീവ് ചെയ്യണം. അപ്പോ H ലീവ് ചെയ്യണമെങ്കിൽ ഇതിന്റെ തൊട്ടടുത്ത് ഈ കാണുന്ന കാർബൺ H ഇല്ലല്ലോ, അതുകൊണ്ട് C1, ഇത് C2, ഇത് C3 എന്ന് കൊടുക്കാം. ഈ 3 കാർബൺ ആറ്റംസ് ആണ്
ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോജൻ പോകണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന 3 കാർബണുകളിൽ ഏതെങ്കിലും ഹൈഡ്രോജനാണ് റിമൂവ് ആക്കുന്നത്. നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. താഴെ നിന്ന് വരാം. ഓപ്ഷൻ ഡി നോക്കാം. ഓപ്ഷൻ ഡിയിൽ C1 നിന്നാണ് H പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇവിടെ അൺസാച്ചുറേഷൻ C1 നിന്ന് സിയിലേക്ക് അൺസാച്ചുറേഷൻ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പോസിബിലിറ്റി ആണ്. ഇതൊരു ഡീഹൈഡ്രേഷൻ പ്രോഡക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സിയില് C3യിൽ നിന്ന് സിയിൽ നിന്നാണ് സിയിൽ നിന്നുമാണ് അവിടെ അൺസാച്ചുറേഷൻ സംഭവിച്ചിരിക്കുന്നത്. C3യിൽ നിന്ന് ഒരു H പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഈ സ്ട്രക്ചർ കിട്ടുന്നു. ഇനി ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബിയിലെ ഹൈഡ്രോജൻ പോയിരിക്കുന്നത് C2യിൽ നിന്നാണ്. C2യിലെ ഒരു ഹൈഡ്രോജൻ ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ ഡി കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഡിയും സിയും ബിയും എല്ലാം കിട്ടുന്ന പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഈസ് നോട്ട് ദ പ്രോഡക്റ്റ് ഓഫ് ഡീഹൈഡ്രേഷൻ എന്നാണ്. നമുക്ക് ഈ ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എയിൽ നമുക്ക് അൺസാച്ചുറേഷൻ സംഭവിക്കേണ്ടത് ഈ കൊടുത്തിരിക്കുന്ന കാർബണും ഇത് C4 എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ C3 ആൻഡ് C4 ഇവിടെയാണ് അൺസാച്ചുറേഷൻ സംഭവിക്കുന്നത് എന്നാണ് ചോദ്യം. റിംഗിനകത്താണ് അൺസാച്ചുറേഷൻ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഡീഹൈഡ്രേഷൻ പ്രോഡക്റ്റ് അല്ല. അപ്പോൾ നമ്മുടെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, നിമിഷം നേരം കൂടെ ചെയ്യാനേ ഉള്ളൂ. നമ്മൾ എന്ത് മാത്രം നോക്കുക, ഈ OH നോക്കുക. ഈ കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ സ്റ്റാർ ഇട്ടു, ഇവിടെ സ്റ്റാർ ഇട്ടു, ഇവിടെ സ്റ്റാർ ഇട്ടു. അപ്പൊ ഈ സ്റ്റാർ മാർക്ക് ചെയ്തിരിക്കുന്ന കാർബണുകളിൽ നിന്നാണ് സെൻട്രൽ കാർബണുമായിട്ട് അൺസാച്ചുറേഷൻ വരേണ്ടത്. അതല്ലാതെ നാലാമത് ഏതെങ്കിലും സൈറ്റുകളിൽ നിന്ന് കാർബണിന് ഹൈഡ്രോജൻ പോയി അൺസാച്ചുറേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഉത്തരം. അങ്ങനെയുള്ള ഉത്തരമാണ് ഓപ്ഷൻ എ. നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ, ഈ വിശദീകരണം നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 12ാമത്തെ ചോദ്യം. ദ റിയാക്ഷൻ ഇവിടെ HBrന്റെ അഡീഷൻ ആണ്. അഡീഷൻ ഓഫ് HBr എന്ന് പറയുമ്പോൾ അഡീഷൻ ഓഫ് ഹൈഡ്രോജൻ ഹാലൈഡ് ടു ആൻഡ് ഇതെന്താണ്? ആൽക്കീൻ ആണ്. ഇനി ആൽക്കീനിൽ ഇവിടെ ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രോജൻസ്, ഇവിടെ ലെസർ നമ്പർ ഓഫ് ഹൈഡ്രോജൻ എന്ന് പറയുമ്പോൾ ഇത് അൺസിമെട്രിക്കൽ ആൽക്കീൻ ആണ്. അഡീഷൻ ഓഫ് ഹൈഡ്രോജൻ ഹാലൈഡ് ടു ആൻഡ് അൺസിമെട്രിക്കൽ ആൽക്കീൻ. ഇവിടെ ഈ ചോദ്യം എന്ന് പറയുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ, ഫ്രീ റാഡിക്കൽ അഡീഷൻ ആണോ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ ആണോ, ഇലക്ട്രോഫിലിക് അഡീഷൻ ആണോ എന്നാണ് ചോദ്യം. ആദ്യമായി ഇവിടെ അൺസാച്ചുറേഷൻ സാച്ചുറേഷൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു ആറ്റത്തെയും റീപ്ലേസ് ചെയ്യുന്നില്ല. ആറ്റത്തെ റീപ്ലേസ് ചെയ്യുന്ന റിയാക്ഷൻസിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് ഓപ്ഷൻ എ അല്ല. നമുക്ക് ആദ്യം റിമൂവ് ചെയ്യാം. ഇനി ന്യൂക്ലിയോഫിലിക് അഡീഷൻ, ഫ്രീ റാഡിക്കൽ അഡീഷൻ, ഇലക്ട്രോഫിലിക് അഡീഷൻ. HBr അല്ലെങ്കിൽ ഹൈഡ്രോജൻ ഹാലൈഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? ജസ്റ്റ് ലൈക്ക് ഹാലോജൻസ്, addition of hydrogen halide is also an electrophilic addition. എന്താണ്? Addition of hydrogen halide is also an example of electrophilic addition. അപ്പോൾ നമ്മുടെ ശരി ഉത്തരം ഏതാണ്? ഇലക്ട്രോഫിലിക് അഡീഷൻ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ എടുത്ത് തന്നെ പറയുന്നുണ്ട്. ഹൈഡ്രോജൻ മറ്റേ നമ്മുടെ മാർക്കോണിക്കോസ് റൂളിന് തൊട്ട് മുമ്പായിട്ടുള്ള പോർഷൻസിൽ പറയുന്നുണ്ട് അഡീഷൻ ഓഫ് ഹൈഡ്രോജൻ ഹാലൈഡ് ഈസ് ഓൾസോ an example of electrophilic addition. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 13ാമത്തെ ചോദ്യം. Some meta-directing substituents in aromatic substitution are given. Which one is more deactivating? അതായത് അറോമാറ്റിക് കോമ്പൗണ്ടുകളിൽ, അതായത് ബെൻസീൻ റിംഗ് സിസ്റ്റം, ബെൻസീൻ സിസ്റ്റത്തിൽ വരുന്ന അറ്റാച്ച് ചെയ്യുന്ന ഗ്രൂപ്പുകളിൽ നമുക്ക് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്, ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഓർത്തോ പാരഡയറക്റ്റിംഗ് ഗ്രൂപ്പും മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പും. ഇനിയും വേറെ എനിക്ക് പറയുകയാണെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും. ഇവയിൽ
ഏറ്റവും മോസ്റ്റ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, അതായത് വേറെ ഒരു ഇൻ അതർ വേർഡ്സ് വിച്ച് വൺ ഈസ് മോസ്റ്റ് ഇലക്ട്രോൺ വിഡ്രോയിങ് അല്ലെങ്കിൽ മോസ്റ്റ് ഡീആക്ടിവേറ്റിംഗ് എന്താണ്? നമ്മുടെ ഉത്തരം നൈട്രോ ആണ്. നൈട്രോ ഗ്രൂപ്പ് NO2 എന്ന ഗ്രൂപ്പ് ബെൻസീൻ റിംഗ് സിസ്റ്റത്തിൽ വരികയാണെങ്കിൽ അവ ബെൻസീൻ റിംഗിലെ ഇലക്ട്രോൺ ഡെൻസിറ്റിയെ അത് കുറയ്ക്കുന്നു. എസ്പെഷ്യലി ഓർത്തോ പാരാ പൊസിഷൻസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റിയെ വളരെ കുറയ്ക്കുന്നു. അങ്ങനെ മെറ്റാ പൊസിഷൻസിലാണ് താരതമ്യേന ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് ഇവയാണ് മെറ്റാ ഡയറക്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതില് മോസ്റ്റ് ഡീആക്ടിവേറ്റിംഗ് എന്ന് പറയുന്നത് ആരാണ്? നൈട്രോ ഗ്രൂപ്പാണ്. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ഇത് ഈ കൊടുത്തിരിക്കുന്നവർ ഏറ്റവും ഡീആക്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് NO2 ആണ്. ഒരു നൈട്രോജൻ, 2 ഓക്സിജൻ. ഇതിലുള്ള എല്ലാ ആറ്റംസും എന്താണ്? ഇലക്ട്രോ നെഗറ്റീവായ എലമെന്റുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് മോസ്റ്റ് ഇലക്ട്രോൺ ഡീആക്ടിവേറ്റിംഗ് നേച്ചർ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അവസാനത്തെ ചോദ്യം, which of the following compounds will not undergo Friedel-Crafts reaction easily? എന്താണ് ചോദ്യം? will not undergo Friedel-Crafts reaction easily. Friedel-Crafts reaction പെട്ടെന്ന് നടക്കാൻ സാധ്യത ഇല്ലാത്ത കോമ്പൗണ്ട് ഇവയിൽ ഏതെന്നാണ്? നമുക്കറിയാം Friedel-Crafts reaction 2 types ഉണ്ട്. Friedel-Crafts alkylation, Friedel-Crafts acylation. അപ്പോൾ അവിടെ ആൽക്കി ഗ്രൂപ്പ് ആയിരുന്നാലും അസൈൽ ഗ്രൂപ്പ് ആയിരുന്നാലും അറ്റാച്ച് ചെയ്യുന്നത് എവിടെയാണ്? അരോമാറ്റിക് റിംഗിലാണ്. ബെൻസീൻ റിംഗിലെ ഒരു ഹൈഡ്രോജൻ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ആര് വരുന്നത്? ആൽക്കി ഗ്രൂപ്പ് ആയിരുന്നാലും അസൈൽ ഗ്രൂപ്പ് ആയിരുന്നാലും. ഇപ്പോൾ നമ്മൾ ബെൻസീൻ ആണ് എടുക്കുന്നതെങ്കിൽ ബെൻസീൻ റിംഗ് സിസ്റ്റം വെറും ബെൻസീൻ മാത്രമാണ് നമ്മൾ Friedel-Crafts റിയാക്ഷൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ബെൻസീൻ പ്ലസ് മീഥൈൽ ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ആണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആൽക്കൈൽ ബെൻസീൻ അല്ലെങ്കിൽ മീഥൈൽ ബെൻസീൻ അല്ലെങ്കിൽ ടോളൂയിൻ ആണ്. അവിടെ നടക്കുന്നത് എന്താണ്? ഈ കാണുന്ന കാർബണിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഹൈഡ്രോജനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സിസ്റ്റത്തിൽ നമുക്ക് Friedel-Crafts റിയാക്ഷൻ ഈസി ആയിട്ട് നടക്കില്ല. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റിയെ കുറയ്ക്കുന്ന റിംഗ് സിസ്റ്റം ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്, നൈട്രോ ബെൻസീൻ ആണ്. ഒരു അരോമാറ്റിക് റിംഗ് സിസ്റ്റം നമ്മളിൽ കൊടുത്തിരിക്കുന്നത് നാം നേരത്തെ പറഞ്ഞു ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്നും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞു, മെറ്റാ ഡയറക്റ്റ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നൈട്രോ ബെൻസീൻ ആണ് നമ്മൾ സിസ്റ്റം എടുക്കുന്നതെങ്കിൽ അവിടെ നമുക്കിപ്പോ ഞാൻ ഇവിടെ വരയ്ക്കാം. ഇത് CH3 NO2 നൈട്രോബെൻസീൻ NO2. നൈട്രോബെൻസീനില് ഓർത്തോ പാരാ പൊസിഷൻസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവാണ്. ബാക്കി കമ്പാരിറ്റീവ്ലി ഈ മെറ്റാ പൊസിഷൻസിലാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ. അപ്പൊ ഇവിടെ 3 പൊസിഷൻസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി വളരെ വീക്ക് ആണ്. ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് Friedel-Crafts റിയാക്ഷൻ ഈസി ആയിട്ട് നടക്കില്ല. ഇതിന്റെ റീസൺ അതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, ഹൈഡ്രോ കാർബൺസ് എന്ന +1 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ 13ാമത്തെ ചാപ്റ്ററിനെ ആസ്പദമാക്കി മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള നീറ്റ് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ നോട്ടിഫിക്കേഷൻസ് ഓൾ എന്ന് കൊടുക്കുന്നതിലൂടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിലെ വീഡിയോസ് ഒക്കെ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.